പിന്നെ ലാഞ്ചിന് 70 പോയത് ജൂലൈ വർഷക്കാലം അല്ലേ? അതൊരു വർഷക്കാലമാണ്. അതാണിത്. ഇല്ലല്ല, ഞാനിങ്ങനെ നമ്മളൊരു ഫോട്ടോ ഓർമ്മപ്പെടുത്തിയാണ്. ഇത് 15 ദിവസമായി നടന്നതാണ്. 15 ദിവസമായി. എന്താ വർത്താനൊക്കെ? എവിടെ എല്ലാവരും മോളില എല്ലാവരും ഇല്ല, ഇപ്പോൾ വരുന്നുള്ളൂ. ഞാൻ എത്തിയിട്ടുള്ളൂ. അന്ന് 15 ദിവസമായ 15 ദിവസമായ 15 ദിവസമായ ആ 15 അതിനൊരാൾ മരിച്ചേ. എത്ര ആളെ വെച്ചായിരുന്നു? എത്ര ആളെ മരിച്ചിരിക്കണേ? അതിനൊരു 10-15 ആളും ലാഞ്ചിൽ തന്നെ വെച്ചിരിക്കുന്നു. 15 ആൾ മരിച്ച? ആ പട്ടിണി കിടന്നിട്ടും തച്ചിട്ടും കുത്തിയിട്ടും വെള്ളം കൊടുക്കേറ്റും ഒക്കെ അല്ലേ? ആ അങ്ങനെ മരിച്ചിരിക്കുന്നത്. പിന്നെ അതിലുള്ള എല്ലാ മനുഷ്യന്മാരെയും പിടിച്ച് ലാഞ്ചിയിൽ പിടിച്ച് രാജ്യക്കാരെ പിടിച്ച് പോലീസുകാർ. അങ്ങനെ പോലീസുകാർ രാജ്യക്കാരെ പിടിച്ചിട്ട് അവരെ കുറേ ആൾക്കാരെ കയറ്റി അയക്കാൻ വേണ്ടി പാവങ്ങളല്ലേ ആളുകളും വിട്ട് പോലീസുകാർ. അവർ ജയിലിൽ വെച്ചാൽ മതിയായിരുന്നു, അതും പറ്റില്ല. അപ്പോൾ 45 ആൾ മരിച്ചു. 45 ആൾ കയറ്റിക്കാണ്ട് ഒരു ലാഞ്ചിക്ക് കരാറ് കൊടുത്ത് നിങ്ങൾ ഇവരെ എവിടെയെങ്കിലും കൊണ്ട് വിടണം, അവർ ഇന്ത്യക്കാരാണ്, ഇന്ത്യയിലേക്ക് അയക്കണമെന്ന് പറഞ്ഞിക്കാണ്ട് കയറ്റി അയച്ചു. അത് ഈ ലാഞ്ചിക്കാരെന്ത് ചെയ്തെന്നറിയോ? ഒരു തിരക്കുള്ള ലാഞ്ചി ഒരു തിരക്കുള്ള കടലിൽ കൂടി വിട്ടുകൊണ്ട് അവരെ ലാഞ്ചി അവർ അറിഞ്ഞുകൂടി ചെയ്തല്ല, അവരും അതിന് മരിച്ചിരിക്കുന്നു. അവർ 3 ആളായിട്ട് 2 ആളോ 3 ആളോ അവരും ഉണ്ടായിരുന്നു, ഒക്കെ മരിച്ചു. അപ്പോഴാണ് നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ് വരുന്നത്. ഞാൻ വരാം. ഇന്ത്യ ഗവൺമെൻറ് പറഞ്ഞത് എൻ്റെ നാട്ടുകാർക്കൊക്കെ ഇതിൻ്റെ കാര്യം പറഞ്ഞ് എൻ്റെ നാട്ടുകാർക്കൊക്കെ പാസ്പോർട്ട് കൊടുക്കും, ഞാൻ എല്ലാവർക്കും വിശ്വാസമുള്ളതാണ്. അങ്ങനെ ആയിപ്പെട്ട് ഞങ്ങളൊക്കെ നല്ല വർത്താനല്ലേ. ആ വണ്ടി അങ്ങനെ പോകുമ്പോൾ സീറ്റോട് എനിക്ക് കാണണ്ട്, ഞാൻ സ്ഥലം പറയുന്നത് നിങ്ങൾ സ്ഥലം മടുക്കലുണ്ട്, നിങ്ങൾക്ക് പിന്നെ ആ മനസ്സിലായിട്ടോ എനിക്കറിയില്ല. ഞങ്ങൾ പോകുമ്പോൾ അറിയാം. നിങ്ങൾ വരുന്നോ? ഞാൻ അങ്ങനെ അവർ പാസ്പോർട്ട് കൊടുത്ത് ഗവൺമെൻറ് വിസ അടിച്ചു. അതിൽ എൻ്റെ പാസ്പോർട്ട് അവിടെ കൊടുത്ത്, അല്ല ഞാൻ അതിൽ പാസ്പോർട്ട് കൊടുത്തിട്ടില്ല. ഞാൻ പണിക്ക് പോയി, ഒരു പൈപ്പ് ഫിറ്റർ പണിക്കോ അതിനും ഇതിനൊക്കെ പോയി. അങ്ങനെ അതിൽ കുറേയൊക്കെ മനസ്സിലാക്കി പഠിച്ച് ഇങ്ങനെ പോവുകയായിരുന്നു. അപ്പോൾ തന്നെ വേറെ ഒരു പണിക്ക് പോയി കഴിഞ്ഞ് അങ്ങനെ പോയി പിന്നെ കുറേ കഴിഞ്ഞിട്ടാണ് റാസൽ ഗെയിമൊക്കെ പോയി രണ്ടാമത് മീറ്റിങ്ങിൻ്റെ പണിയൊക്കെ എടുത്ത് ഇങ്ങനെ നടന്ന് ഫോണിനടിയിൽ കൂടി പാസ്പോർട്ടിന് എഴുതി കൊടുക്കാൻ പോയി. ചാർജിൽ അവിടെ പോയി ചാർജിൽ പാസ്പോർട്ടിന് എഴുതി കൊടുത്ത് പാസ്പോർട്ട് കിട്ടി. പിന്നെ 10-15 ദിവസം കൊണ്ട് പാസ്പോർട്ട് കിട്ടി. അങ്ങനെ ഞാൻ എനിക്കും കാക്കാക്കും ഞാനും കാക്കി കുറേ കഴിഞ്ഞപ്പോൾ ഞാനും കാക്കാക്കും ഇപ്പോഴും ഒപ്പാ പാസ്പോർട്ട് കിട്ടിയത്. അന്ന് കാക്കാൻ്റെ അവിടെ താമസം? അല്ലല്ല, ഞാൻ ഓരോരോ ആളുടെ ചങ്ങായിമാരെ കൂടുതലൊക്കെ നാട്ടുകൂടൊക്കെ പോയിക്കൂട് ഇങ്ങനെ കാക്കാടെ പിന്നെ ചിലവൊക്കെ ഉണ്ടായിരുന്നു കുറേച്ചൊക്കെ. കുഞ്ഞളാപ്പ ഒക്കെ കൂടെ ഉണ്ടായിരുന്നില്ല? കുഞ്ഞളാപ്പ ചോല കുഞ്ഞു PC മുഹമ്മദ് അവരൊക്കെ ഈ വെള്ളം കുടിച്ചു. അതാണ് ഇപ്പം ഈ മയ്യത്ത് കുളിപ്പിച്ച വെള്ളം ഒക്കെ കുടിച്ചിരുന്ന വെള്ളം കുടിച്ചിരുന്നു. മയ്യത്തിനെ കുളിപ്പിച്ചിട്ട് ഈ കാമ്പിവേലിയിൽ കെട്ടിയിട്ടാണ് കടലിലേക്ക് താത്തല. കടലിൽ നിന്ന് മരിച്ച കടലിൽ നിന്നാണ് താത്തും. ആ കമ്പിക്കൂട് ഉണ്ടാവുക? കമ്പിക്കൂടും കാര്യമൊന്നും ഉണ്ടാവില്ല. ഇതൊരു കല്ല് എന്തെങ്കിലും കിട്ടും, ഭാരം എന്തെങ്കിലും കിട്ടും.
കപ്പലിന്റെ അടിയിലേക്ക് കാട് പോകാൻ വേണ്ടിയിട്ട് ഒരു കല്ലുണ്ടായിരുന്നു എന്തെങ്കിലും ഒന്ന് കിട്ടുക അപ്പൊ അവിടെ താഴ്ന്നു പോകും താന്ന് പോകും ചെയ്യും. ഇപ്പൊ ബോംബെ ചെമ്പൂരിന്നല്ലേ കയറിയത്? ബോംബെ ചെമ്പൂരിന്ന് ആണ് കയറിയത്. ഞങ്ങള് ലാൻഡിൽ പോയ വർത്താനം പറഞ്ഞ് അങ്ങനെയാണ് ഉണ്ടായത്. നമ്മൾ ചോറ് കഴിച്ചാ ചോറ് കഴിച്ചാ എന്നിട്ട് നമുക്ക് പിന്നെ പോകുമ്പോഴാണ് കാരണം